നമ്മൾ നാലാമത്തെ തവണയാണ് സെൽഫ് സാരി ഡ്രേപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമൽ സാരി ഡ്രേപ്പിംഗ്, ബോക്സ് പ്ലീറ്റിംഗ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളല്ലാതെ സെൽഫായിട്ട് സാരി ഉടുക്കണമെന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഈ ഒരു ക്ലാസ്. ഏതൊരു ഒക്കേഷനിൽ പോകുമ്പോഴും നമുക്കൊരു അട്രാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് എപ്പോഴും എന്തായിരിക്കണം? നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ സാരി നീറ്റായിട്ട് തോന്നിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒതുങ്ങി തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അയേൺഡ് ഡ്രേപ്പ് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലോ അതിലേറെ ബെസ്റ്റ് ആയിരിക്കില്ലേ? ഇപ്പം നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ എന്താ സാരി ഉടുക്കാൻ തീരെ അറിയാത്ത ആൾക്കാരായിരിക്കില്ലേ? അതുകൊണ്ട് അവർ ബോക്സ് പ്ലീറ്റും കാര്യങ്ങളെല്ലാം പ്രിഫർ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് എല്ലാ തവണയും ഈ ബോക്സ് പ്ലീറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് സാരി ഉടുക്കാവുന്നതാണ് അല്ലേ? ബോക്സ് പ്ലീറ്റ് ചെയ്താൽ പോലും നിങ്ങളത് സ്വന്തമായിട്ട് തന്നെ ഉടുക്കണ്ടേ? അപ്പോൾ എവിടേക്കെങ്കിലും പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ അമ്മയെ അല്ലെങ്കിൽ നമുക്ക് ഈ സാരി ഉടുക്കാൻ സഹായിക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് തന്നെ സാരി ഉടുക്കാം. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ A to Z എല്ലാ കാര്യങ്ങളും തീരെ സാരി ഉടുക്കാൻ ഇതുവരെ ഞാൻ സാരി ഉടുത്തിട്ടില്ലേ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പോലും നമ്മളിവിടെ സാരി ഡ്രേപ്പിംഗ് ക്ലാസ്സിലൂടെ പെർഫെക്റ്റ് ആയിട്ടൊരു കോൺഫിഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്ലാസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റുഡൻറ്റ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെൽഫ് സാരി ഡ്രേപ്പിംഗ് വിത്ത് ഫ്ലഫി പ്ലീറ്റ്സ് ആയിരുന്നു കേട്ടോ. നോർമൽ ഡ്രേപ്പിംഗ് അല്ല, ഫ്ലഫി പ്ലീറ്റ്സ് ആണ് ആർക്ക് കുറച്ചും കൂടെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതായിരുന്നു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെൽഫായിട്ട് നമ്മൾ നോർമൽ സാരി ഡ്രേപ്പിംഗ് കൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് പാക്കേജ് ചൂസ് ചെയ്യണമെന്ന്. കൂടുതലായിട്ട് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.